നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ പ്രീമിയർ ലീഗിലും മറ്റ് ലീഗിലും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ജേർണലിസ്റ്റുകളാണ് ഡേവിഡ് ഓൺസ്റ്റിനും ഫബ്രീസിയോ റൊമാനോ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട്. അവർ തമ്മിൽ പരസ്യമായിട്ടുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഓപ്പൺ ആയിട്ട് റൊമാനിയോയെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു ചില ആൾക്കാർ ഡേവിഡ് ഓൺസ്റ്റിന്റെ ഫാൻസ് ആണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഡിസ്കഷൻ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് ചെൽസിയുടെ ട്രാൻസ്ഫർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോണർ ഗാലഗർ ഈ ഒരു സീസണോടെ ചെൽസി വിടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ കഴിഞ്ഞ സമ്മറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഒരു ചെറിയ അപ്രോച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഏകദേശം 30 മില്യൺ പ്ലസിന്റെ ഒരു ഓഫറുമായിട്ട് അത്ലറ്റിക്കോ വന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പേഴ്സും ഗാലഗറുമായിട്ട് ചെറിയൊരു ലിങ്കപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡാനി ലിവിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പുള്ളി തയ്യാറാണ്. എന്തായാലും ഗാലഗറിന്റെ കാര്യം ഏതാണ്ട് അധികം വൈകാതെ തന്നെ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുള്ളിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചെൽസിയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കിഡിലം ടീം പ്ലെയർ ആണ്. ഹൈ പ്രസ് ടീമിലൊക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. കൂടുതൽ ഗോളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നിരുന്നാലും നല്ല രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് ഗാലഗർ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് യുവന്റസിന്റെ പ്ലെയർ ആയിട്ടുള്ള ഫെഡറിക്കോ കിയേസയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുള്ളിയും സ്പേഴ്സുമായിട്ട് യാതൊരു ഡിസ്കഷനും നടക്കുന്നില്ല എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കെയ്ന് പോയി, സണ്ണ് നല്ല രീതിയിൽ തന്നെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. വിങ്ങേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ക്രോസ് ഇടുന്ന വിങ്ങേഴ്സ് ആണ് സ്പേഴ്സിനുള്ളത്. ഇപ്പൊ വേർണറെയും സോളമനെയൊക്കെ വെച്ചിട്ടാണ് ഈ സീസൺ കളിക്കാൻ പോകുന്നത്. അപ്പോ റിച്ചാർഡ്സൺ ആണെങ്കിൽ വല്ലപ്പോഴും കളിച്ചാൽ ആയി എന്നുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ കെയ്നെ വിറ്റ പൈസ പോലും വേണ്ട രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ ലെവി തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ഡെഡിക്കേറ്റഡ് സ്ട്രൈക്കർ വന്നിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. എന്തായാലും ഒരു ഫ്രണ്ട് വൺ സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായിരിക്കും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഒരു 20 മില്യൺ ഒക്കെ കിട്ടുന്ന ഒരു 17-18 വയസ്സുള്ള ചാമ്പ്യൻഷിപ്പ് സ്ട്രൈക്കറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്യാം എന്നുള്ളതായിരിക്കും ലെവിയുടെ ഒരു കണക്കുകൂട്ടൽ. ചിലപ്പോ അവസാന വീക്കൊക്കെ അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ച് പുള്ളി കൊണ്ടുവരികയും ചെയ്യും. ഒരു നല്ല സൈനിങ്സും ഒക്കെ നടത്തുന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഒന്നും നടക്കുമെന്ന് ഇപ്പൊ തോന്നുന്നില്ല. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. യങ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ ആർസണലിൽ നിന്ന് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. 17 വയസ്സേ ഉള്ളൂ. ഒബി മാർട്ടിൻ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു ഫ്യൂച്ചർ സ്റ്റാർ ആയിട്ടൊക്കെ മാറാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ അണ്ടർ 21 ഒക്കെ കളിച്ച് പുള്ളി ഡെവലപ്പായി വരട്ടെ. കുറെ ജർമ്മൻ ടീമിൽ നിന്ന് പുള്ളിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ റിജക്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചെൽസി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ സെൽറ്റിക്കിനോട് ഏറ്റ ഭയങ്കരമായിട്ടുള്ള പരാജയം കണ്ടുകൊണ്ട് തന്നെ പുതിയൊരു ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ടുണ്ട്. വിയാറിയലിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഫിലിപ്പ് ജോഗേസനെ 24.5 മില്യൺ കൊടുത്തിട്ടാണ് ഇപ്പൊ സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ചെൽസിക്ക് ഗോൾ കീപ്പർ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ എപ്പോഴുള്ള കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ സാഞ്ചസ് വന്നു. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ സാഞ്ചസിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഷോട്ട് പോലും തടയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മനസ്കൊക്കെ അറിയാം നല്ലൊരു ഗോൾ കീപ്പർ വന്നിട്ടില്ലെങ്കിൽ പണി പാളാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോ പുള്ളിയുടെ പെർഫോമൻസ് EPL എങ്ങനെ ആയിരിക്കും നമുക്ക് കണ്ടറിയാം. എന്തായാലും ചെൽസി ആക്റ്റീവായിട്ട് ഓരോ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. പുതിയ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളെ കമന്റ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.